കാൽമുട്ടിൽ ഇഞ്ചുറി ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ലിഗമെന്റ് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം നിങ്ങൾ സർജറി അവോയ്ഡ് ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ പല ആക്ടിവിറ്റീസും ചെയ്യാറുണ്ട്. എക്സസൈസ് ചെയ്യാറുണ്ട്, പല ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ഈ MRI റിപ്പോർട്ട്സിൽ കാണുന്ന ആ ഒരു വേർഡ് വെച്ചിട്ടായിരിക്കരുത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. കാരണം MRI എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ഇവിടെ വരുന്ന കോമ്പൻസേറ്ററി അല്ലെങ്കിൽ സെക്കൻഡറി പോസിബിൾ ഇഞ്ചുറിയും അതിൻ്റെ മൂവ്മെൻറ്റും ബയോമെക്കാനിക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ രീതിയിൽ നമ്മൾ ഏതൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലേ. അതുപോലെ തന്നെയാണ് കാൽമുട്ടിൻ്റെ കേസിലും. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഒരേ എക്സസൈസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് ആക്ഷൻ വരികയും അത് കൗണ്ടറാക്ട് ചെയ്യുകയും അവിടെ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽമുട്ട് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ജോയിൻ്റ് ആണ്. അപ്പോൾ ഇതിന് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് എക്സസൈസസ് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ഥിരമായിട്ട് ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട് സർ. ഞാൻ ക്വാഡ്രിസെപ്സിനും ഹാംസ്ട്രിങ്സിനും സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് പെയിൻ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണവും നിങ്ങൾക്ക് ശരിയായ റിക്കവറി ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. ചിലപ്പോഴൊക്കെ ചില ആളുകൾ എൻ്റെ റീഹാബ് ഫോളോ ചെയ്യുന്നവർ ചോദിക്കും, സർ അപ്പോൾ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന വെയിറ്റ് ഇട്ടിട്ടുള്ള എക്സസൈസ് ഇപ്പോൾ ചെയ്യണ്ടേ? ഞാൻ പറയും വേണ്ട, ഇപ്പോൾ തന്നിരിക്കുന്ന ആ എക്സസൈസ് മാത്രം ചെയ്താൽ മതി, അത് നമുക്ക് പിന്നീട് ചെയ്യാം എന്ന് പറയാറുണ്ട്. അപ്പം കൺഫ്യൂഷൻ ആവും. അത് ചെയ്തില്ലെങ്കിലും അതാണ് ചെയ്യുമ്പോഴാണ് മസിൽസിന് ഏറ്റവും കൂടുതൽ ബലം കിട്ടുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ വീണ്ടും മസിൽസ് പഴയ പോലെ പുറകിലേക്ക് പോകുമോ? ഇവിടെ മസിൽസിൻ്റെ പവർ കുറച്ച് കുറയുമോ ഇല്ലയോ എന്നുള്ളതല്ല ഫാക്ടർ. ഇവിടെ പ്രോപ്പറായിട്ട് സ്റ്റെബിലിറ്റി കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു റീഹാബാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത് ആണെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർജറിക്ക് ശേഷവും അതുപോലെ സർജറിക്ക് മുമ്പും ചെയ്യേണ്ട കംപ്ലീറ്റ് എക്സസൈസ് അഡ്വൈസസ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടീം ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ അതുപോലൊരു സ്പെഷ്യലൈസ്ഡ് എക്സസൈസ് പ്രോഗ്രാമാണോ നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. എന്നിട്ട് ഇതുപോലൊരു പ്രോഗ്രാം ആണ് ആവശ്യമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കുക, നിങ്ങളുടെ റിപ്പോർട്ട്സ്, നിങ്ങളുടെ ചീഫ് കംപ്ലയിൻറ്റ്സ്, ബാക്കിയുള്ള നിങ്ങളുടെ സെക്കൻഡറി പെയിൻ പാറ്റേൺസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് റിക്കവറി കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം ഞങ്ങൾ സജസ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എലിജിബിലിറ്റി എന്നുള്ളത് വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പ്രോഗ്രാം എലിജിബിൾ കസ്റ്റമേഴ്സിന് മാത്രമായിരിക്കും. അപ്പോൾ ഇനിയും കൂടുതൽ അറിയേണ്ട ആളുകൾ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.